രണ്ടിടത്ത് ലഹരിവേട്ട. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും 89 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. വടകരയിൽ MDMA-യുമായി പോലീസ് പിടികൂടി യുവാവിന് നേരെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലെ ബസ് സ്റ്റാൻഡുകളിൽ പരിശോധന നടത്തുകയായിരുന്നു പോലീസ് സംഘം. ഇതിനിടയിലാണ് ബംഗളൂരുവിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തിയ കുണ്ടായിത്തോട് സ്വദേശി K അജിത്ത പിടിയിലായത്. ഡാൻസഫും കസബ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്നും കണ്ടെത്തിയത് 89 ഗ്രാം MDMA. ബംഗളൂരുവിൽ നിന്നും ലഹരി മരുന്നെത്തിച്ച കുണ്ടായിത്തോട് ഫറോക്ക് മേഖലയിൽ വിതരണം ചെയ്യുകയാണ് ഇയാളുടെ പതിവ്. ലഹരി ഉപയോഗത്തെ തുടർന്ന് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ്. ലഹരിയില്ലാതെ പറ്റില്ലെന്നായപ്പോൾ ഇതിന് പണം കണ്ടെത്താൻ ലഹരി മരുന്ന് വിൽപ്പന തൊഴിലാക്കി. അജിത്ത് ആർക്കൊക്കെയാണ് ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നെന്ന കാര്യം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വടകരയിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ 1/2 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. വേളം പെരുവയൽ സ്വദേശി റാഷിദിനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാൾ ഓടിച്ച കാർ പോലീസ് പിന്തുടർന്ന് പിടികൂടിയായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെ നാട്ടുകാർ റാഷിദിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്തുകൊണ്ട് വൻവേട്ട? അത്രയും ഒരു സാധനം മാർക്കറ്റിലെ ഡിമാൻഡ് കൂടുമ്പോഴാണ് അതിൻ്റെ വിപണി ലാഭം എത്രയെന്ന് അറിഞ്ഞിട്ടാണ് ആളുകൾ അതിൻ്റെ സപ്ലൈ കൂട്ടുക. ഓൾറെഡി ഇവിടെ മേടിക്കാൻ ആൾക്കാരുണ്ട്. കോഴിക്കോട് ആയിക്കോട്ടെ, കൊച്ചി ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. ഇപ്പം കൊച്ചിനെക്കാട്ടിയും കൂടുതൽ കോഴിക്കോടിലാണ് ഡിമാൻഡ് വരുന്നത്. ഓക്കെ, കുട്ടികളെ പഠിക്കാനും കോഴിക്കോട്, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോട്ടിലേക്ക് അയക്കുമ്പം പാരൻസ് ഒരു കാര്യം ശ്രദ്ധിക്കണം. മക്കൾ ഇവിടെ തിരിഞ്ഞ് കളിക്കുന്നത് ഈ ഹോസ്റ്റലിലും കാര്യങ്ങളൊക്കെ. ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാം, പുറത്ത് ഈ മലപ്പുറം അങ്ങോട്ട്, വടക്ക് ആ ഭാഗത്തോട്ട് പോകുന്ന ടീമുകളൊരു കാര്യം പറയാം. മക്കളങ്ങോട്ട് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ സപ്ലൈസ് നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഇവരെന്താണ് സാധനം അടിച്ചിട്ട് പൊട്ടനായിട്ട് ഈ ബീച്ചിലും പല ഏരിയയിലും ഇവരെ കാണാൻ നല്ല ബാധ്യത ഉണ്ട്. ഒന്നാമത്തെ വശം, ചെറിയ ക്വാണ്ടിറ്റി കാണിച്ചിട്ട് വലിയ ക്വാണ്ടിറ്റി സൈഡിൽ കൂടെ പോയിണ്ടാവും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ആൾക്കാർ ആരാന്ന് എന്താണെന്നുള്ളത് എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, അത് ഇപ്പോൾ നമ്മൾ പിടിച്ച് അതെങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, ഇത് കോഴിക്കോടിന് സപ്ലൈ നല്ല രീതിയിൽ കൂടിയിരുന്നു. വേറെ നാട്ടിൽ നിന്നും മക്കൾ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഓക്കെ, പാരൻസിനോടാണ് പറയാനുള്ളത്. മക്കൾ ഈ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്? ഹോസ്റ്റൽ ടൈം എത്ര മണി വരെയാണ്? ഹോസ്റ്റൽ ടൈമിൽ അവിടെ എത്തുന്നുണ്ടോ? ഇവിടെ ന്യൂ ഇയറിനൊക്കെ എന്താ നടക്കുന്നത്? നിങ്ങളാരും ശ്രദ്ധിക്കുന്നത് ന്യൂ ഇയറിനൊക്കെ എന്താ പരിപാടി? ന്യൂ ഇയർ വേണ്ട, ഈ നൈറ്റ് ലൈഫ് കോഴിക്കോട് ഫുഡ് മാത്രമല്ല, നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട് ഉള്ളിൽ. രാത്രി ഒരു 12 മണിക്ക് ശേഷം ഒന്ന് പോയി നോക്കിയേ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ വേറെ ഇതിലേക്ക് സെഗ്മെൻറ്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി പിടിച്ചതിന് ഇവൻ്റെ മെയിൻ സപ്ലയേഴ്സും കാര്യങ്ങളും എല്ലാം സ്റ്റുഡൻസ് തന്നെയാണ് ആയിരിക്കും ഡെഫിനറ്റ്ലി. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ടുള്ള ആരും ഒറ്റയടിക്ക് മേടിക്കില്ല. കുറച്ച് 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 കൊടുത്തു കഴിഞ്ഞാൽ അവൻ പൈസക്കാരനാവുള്ളൂ. ഒന്നുമില്ല, പാരൻസ് കറക്റ്റായിട്ട് നോക്കിയാൽ മതി, മോണിറ്റർ ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കോഴിക്കോട്, എറണാകുളം നമ്മളെ സിറ്റീസിലോട്ടാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഏതൊക്കെ സിറ്റീസാണോ അവിടെ ഈ സാധനം ഉണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് ഈ സാധനം സപ്ലൈസ് ഉണ്ട്. കാരണം സപ്ലൈസ് കസ്റ്റമേഴ്സ് കൂടിക്കഴിഞ്ഞാലല്ലേ സപ്ലൈ കൂടുള്ളൂ. അപ്പോൾ ഈ സാധനം പല പല രാജ്യങ്ങളിലായിട്ടും അല്ലെങ്കിൽ പല പല ഏരിയകളായിട്ടും ഇതിങ്ങനെ വിതരണം ഉണ്ടാവും. ഒന്നുമില്ല, ജസ്റ്റ് പിള്ളേരൊന്ന് കൊടഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ട സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അത്ര പറയാനുള്ളൂ. ഇതേപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ എവിടുന്ന് എന്തായാലും കിട്ടുകയാണെങ്കിൽ അതപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവരെ ഏൽപ്പിക്കുക. മക്കളെ ഡയറക്റ്റ് പോയി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മക്കൾ നിൽക്കൊന്നുമില്ല, മക്കളെ വഹിക്കാൻ തന്നെ പോകും.